ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി പാറ്റ് നെബിൻ മാക്സ്വെൽ എന്ന 31-കാരൻ്റെ മൃതദേഹം കൊല്ലത്തെ വീട്ടിലെത്തിച്ച കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചു. അതിനുശേഷം അവിടെ നിന്ന് നിരവധി പേർ മൃതദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവർ പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ച കാഴ്ചകളാണ് കാണുന്നത്. വീട്ടിൽ നാട്ടുകാർ എൻ്റെ മൃതദേഹം കാത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അന്യനാട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് പോയ നിബിൻ എൻ്റെ മൃതദേഹം ആണ് ഇപ്പോൾ യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലിൽ ഇപ്പോൾ തീവ്രവാദികൾ കൊലപ്പെടുത്തിയതിന് ശേഷം നാട്ടിൽ എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ കൃഷിത്തോട്ടത്തിൽ ഉള്ള കാർഷിക വൃത്തിയിലായിരുന്നു നിബിൻ മാക്സ്വെൽ എന്ന 31-കാരൻ. അവിടെ പതിച്ച ഷെല്ലുകളാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം. ഹിസ്ബുള്ള ഭീകരന്മാർ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള. ഭീകര സംഘടനയാണ്. ഇവർ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട ഷെല്ലാക്രമണമാണ് മലയാളിയുടെ മരണത്തിന് കാരണം. 2 മലയാളികൾ ഗുരുതരമായ പരിക്കുകളേറ്റ് ആശുപത്രിയിലാണ്. അതോടൊപ്പം തന്നെ മറ്റ് 7 പേർക്കും പരിക്കുണ്ട്. സ്വന്തം നാട്ടിൽ നിവൃത്തിക്ക് വകയില്ലാത്തതുകൊണ്ട്, ഒരു ജോലിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് യുദ്ധഭൂമിയിൽ, സംഘർഷഭൂമിയിലെങ്കിലും പോയി ജീവിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇദ്ദേഹം നിബിൻ അങ്ങോട്ട് യാത്രയാകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം, മുസ്ലിം തീവ്രവാദ ശക്തികളായ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ മരിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മലയാളികൾക്ക് അറിയാമെങ്കിലും പക്ഷേ മാധ്യമങ്ങൾ ഇത് മുസ്ലിം ഭീകര സംഘടനയുടെ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊലപ്പെട്ടത് എന്നൊന്നും പറയുവാൻ കൂട്ടാക്കുക പോലുമില്ല. അത്രമാത്രം ഒരു വേർതിരിവാണ് ഇത്തരം മരണങ്ങളോട് മലയാള മാധ്യമങ്ങളും പലരും കാണിക്കുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒന്നും നമുക്കറിയാം ഇപ്പോൾ ഈ വീട്ടിൽ ഒന്നും കാണുവാനില്ല. മറ്റൊരു അവസ്ഥയായിരുന്നു എങ്കിൽ ഇവിടെ വലിയ തോതിൽ മാധ്യമങ്ങളുടെ വലിയ ഒരു പടയുണ്ടാകുമായിരുന്നു, രാഷ്ട്രീയ നേതാക്കളുണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ നാട്ടുകാർ, ഈ ആംബുലൻസ് തന്നെ നമ്മൾ നേരത്തെ കണ്ടു, ചെറിയ ഒരു ആംബുലൻസിൽ കൊണ്ടുവന്നു. ഇതൊക്കെ സാധാരണ കാര്യങ്ങളായിട്ട് കേരള സമൂഹം തള്ളിവിടുമ്പോൾ അവർക്ക് മാധ്യമങ്ങൾക്കും മാധ്യമ വാർത്തകൾക്കും പ്രാധാന്യം ഉള്ളത് മറ്റ് മരണങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ഒക്കെ ആളുകൾ മരിക്കുമ്പോഴാണ്.
ഇത്തരം മരണങ്ങൾ എണ്ണത്തിലും അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെയും പോകുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു മകനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട അച്ഛനെ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്.